ഹായ് ഗൈസ് ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. നിങ്ങൾ വിചാരിക്കും എനിക്കിതാ പണിയെന്ന്, പക്ഷേ വെറുതെ ഇരിക്കില്ല, എന്തൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് എവിടെയെന്നൊക്കെ ചോദിച്ചത്, ഇത് ഓൾറെഡി അൺബോക്സ് ആയിട്ടാണ് എൻ്റെ കൈ കിട്ടിയത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഇത് മേടിക്കാൻ പോയത്. അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ഓൾറെഡി അവരത് അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ കൈ കൊണ്ടു തന്നു. എൻ്റെ സാധനമായിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹെഡ് മസാജറാണ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തലയിൽ മസാജ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് റൂട്ട്സിലേക്ക് നന്നായിട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഓൾസോ നമുക്ക് ഷാമ്പു ചെയ്യുന്ന സമയത്ത് ഷാമ്പു ഒക്കെ നമ്മൾ എല്ലായിടത്തും എത്തണമെന്നില്ല. സോ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് തലേൻ്റെ എല്ലായിടത്തും എത്തുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ തലയിൽ പൊടി ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഇതൊക്കെ ഇങ്ങനെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട്. കാരണം അത് വേറൊരാളെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ സ്വന്തം നമുക്കിത് ചുരണ്ടി കളയാവുന്നതാണ്. ഇതെൻ്റെ കൈ കിട്ടിയ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം എൻ്റെ ഫോണിൽ മീഷോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലായിരുന്നു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി പേ ചെയ്തത് കൊണ്ട് ഞാനും ഈ കാര്യം മറന്നുപോയി, അവളും ഈ കാര്യം ഞങ്ങളോട് പറയാൻ മറന്നുപോയി. എന്നിട്ട് ആ കുട്ടി നേരെ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയിട്ട് ഇവളെ ഫോൺ അടിച്ചു. ഉച്ചയ്ക്ക് ഫോൺ അടിച്ചപ്പോൾ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ആരെ വിളിച്ചിട്ട് പാർസൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവളുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ഓക്കെ വെയിറ്റ് ചെയ്ത് പേ ചെയ്തതാണെന്ന് അയാൾ പറയുകയും ചെയ്തു. അപ്പോൾ പേ ചെയ്തതാണല്ലോ താഴെ സെക്യൂരിറ്റിൻ്റെ കൈ കൊടുക്കാൻ വന്നപ്പോൾ അയാൾക്ക് OTP വേണമെന്ന് പറഞ്ഞു. OTP വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഫോൺ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടാണ് കുട്ടി പോയിട്ടുള്ളത്. ഇതിൻ്റെ ലോക്ക് ഞങ്ങൾക്കറിയില്ല. OTP ഇയാൾ ഞങ്ങളോട് പറഞ്ഞു വാട്സപ്പിലാണ് OTP വരുന്നതെന്ന്. അപ്പോൾ വാട്സപ്പിലാണ് OTP വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫോണിന് നെറ്റ് പിടിച്ചങ്ങ് ഓണാക്കി. നെറ്റ് ഓണാക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. കാരണം ഫോൺ ഇച്ചിരി ഹാങ് ആയിരുന്നു. അങ്ങനെ നെറ്റ് ഓണാക്കിയപ്പോൾ ഉള്ള മെസ്സേജൊക്കെ കൂടെ അങ്ങ് വന്നു. അപ്പോൾ മൊത്തത്തിൽ ഫോൺ ഹാങ് ആയിട്ട് ഇയാളെ ഞങ്ങളോട് പറയുന്നത് വേഗം OTP പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾക്ക് OTP പോയിട്ട് ഒന്നും ഫോൺ തുറക്കാൻ പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൾ വരട്ടേന്ന് വെച്ച് വെയിറ്റ് ചെയ്തിട്ട് അണ്ണനോട് പറഞ്ഞു ഒരു 2 minutes 3 minutes പറഞ്ഞ് ഞങ്ങൾ അതങ്ങനെ ഇങ്ങനെ വെച്ചു. നമ്മൾ പോസ്റ്റിങ്ങിന് പോയി വന്നപ്പം ഞാനപ്പോഴത്തേനും കുളിക്കാൻ കയറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ 2 പേരുണ്ടായിരുന്നു. അവരായിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർ. എനിക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ സാധനമാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഇവരൊന്നും പറഞ്ഞില്ല. നിനക്കുള്ള കോള എടുത്തോ എന്ന് പറഞ്ഞു. കുട്ടി നേരെ പോയിട്ട് അങ്ങ് ഫോൺ എടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അയാൾ ഞങ്ങളോട് അത്രയും നേരം സംസാരിച്ച. അപ്പം അയാൾക്കറിയില്ല അവളാ ഫോൺ എടുക്കുന്നത് ഞങ്ങളാ ഫോൺ എടുക്കുന്നത് എന്നുള്ള കാര്യം. അയാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു നീ വരുന്നുണ്ടെങ്കിൽ വേഗം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോകുമെന്നുള്ള കാര്യം. അവളാകെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്ഡായി വന്ന കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവളിത് ആരാണാവോ എന്ന് വിചാരിച്ചിട്ട് എന്താ ഫുള്ള് ചൂടായി പോവാണെ പോയിക്ക് നിങ്ങളെന്തിനും ഇതൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞത്. ഇവര് ഫുള്ളടി. അവസാനം അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് പാർസൽ വേണമെങ്കിൽ വേണമെന്ന് പറയാം, അത് OTP പറഞ്ഞതാണ്. അപ്പോഴാണ് കുട്ടിക്ക് കത്തിയത് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്നിട്ട് ഇവർ പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ അടിയായി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഞാൻ കുളിക്കുകയായിരുന്നു. എന്നിട്ട് ആ കുളിക്കണ എന്നെ വന്ന് തട്ടിയിട്ട് അവൾ ചോദിച്ചു ജാനു നിനക്ക് ഈ സാധനം വേണമെന്ന്. ഓൾറെഡി പേ ചെയ്തത് കൊണ്ട് വേണമായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് 2 ആൾക്കാരെ വിട്ടിട്ട് അത് അവിടുന്ന് എടുപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അതാണ് പറഞ്ഞത് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടാണ് എൻ്റെ കൈ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റ് ചെയ്യണം. നമുക്കൊരു തല വേണം. അപ്പോൾ തലേനെ നമുക്ക് ഇവിടെ ക്ഷണിക്കാം. വരും. തല വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വല്യപ്പാന ഓർമ്മ വരുന്നുണ്ട്. കാരണം മൂപ്പരയിൽ ഇങ്ങനത്തെ ഒരു ചീർപ്പുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വാരിയായിരുന്നു. അപ്പൊ അതിന്റെ മുടി എപ്പോഴും ഇതിൽ കുടുങ്ങി കിടക്കുമ്പോൾ മൂപ്പര് വയ്ക്കുന്നത് ഇത് ആരുണ്ട് ചീർപ്പെടുത്ത ആരായാലും മുടിയാക്കിയെന്നൊക്കെ കണ്ടോ. എല്ലാം മുടി ഇളകുന്നുണ്ട്. എങ്ങനെയുണ്ട് ജെമി? കുറച്ച് ഓയിലും കൂടെ ഒക്കെ തേച്ചിട്ടാണെങ്കിൽ സെറ്റ്. അതെ. അപ്പൊ അഭിനയിക്കാൻ തന്നെ എന്റെ കുട്ടി ജീവിച്ചു കാണിക്കും. അതെ, നല്ല സംഭവമാണ്. കാരണം ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ജെമിന്റെ അഭിപ്രായം? നല്ല പ്രൊഡക്റ്റ്. അതെ, ജെമി പ്ലിക്സിന് മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അതൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഒന്നുമല്ല, നല്ലതും പറയണല്ലോ. അപ്പൊ ശരി, ഞാൻ പോവാ.